അധികാരത്തിൽ വന്നാൽ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന CPIM പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിദ്വേഷ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നും കുറിപ്പിലുണ്ട്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? അതായത് കൃത്യമായിട്ട് CPM-നെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ CPM-നെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് അല്പസമയം മുൻപ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഫാസിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും മേൽക്കോയ്മ ഇല്ലാതാക്കാൻ സമ്മതിദാന അവകാശം ശ്രദ്ധയോടെ വിനിയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ CPM-ന്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അത് വലിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ന്യൂനപക്ഷം രണ്ടാം സ്ഥാനക്കാരാകുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി ഗ്രാമങ്ങളിൽ ചെന്ന് ഹീന പ്രവർത്തികൾ നടത്തുന്നു. മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ച് ജയിക്കുന്നവരാണെന്ന് പറഞ്ഞ VS-ന്റെയും ജില്ലയുടെ ഉള്ളടക്കം വർഗീയതയാണെന്ന് പറഞ്ഞ കടകംപള്ളിയുടെയും പ്രസ്താവനകൾ RSS-ന് വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്നതാണെന്നും മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ച ആളാണ് MV ഗോവിന്ദൻ എന്നും തുടങ്ങി ഇങ്ങനെ CPM-ന്റെ മുതിർന്ന നേതാക്കളും മുൻകാലങ്ങളിൽ CPM നേതാക്കളൊക്കെ മലപ്പുറത്തെയും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത്. അതുകൊണ്ട് നാളെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം അത് സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്നും ഇത്തരം സമീപനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യരുത് എന്നൊരു കാര്യവുമാണ് പ്രധാനമായിട്ടും നദ്വി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുകയും മുസ്ലിം അനുകൂല സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ, അതായത് കാര്യം കഴിഞ്ഞാൽ ഇതിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്.